ഹായ് എവരിവൺ. 6th സെമ്മിലെ ചാപ്റ്റർ 4 ആണ് എടുക്കാനുള്ളത്. ചാപ്റ്റർ 4ൻ്റെ പേരാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. പ്രോപ്പർ ഇൻ്റഗ്രലെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇനി എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് നോക്കാം. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷന് എ എന്നത് എന്താവാം, -∞ ആവാം, ഓർ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. അതും അല്ലെങ്കിൽ രണ്ടും, എ ഈക്വൽ ടു -∞ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് വൺ ഓർ ബോത്ത് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. അപ്പം ഇവിടെ ഒന്നുകിൽ എ എന്തായി -∞ ആയി. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെ വന്നു, -∞ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നു. അതല്ലെങ്കിൽ ബി എന്നത് ഇൻഫിനിറ്റി. അപ്പോൾ എങ്ങനെ വരും, ബി എന്നത് ഇൻഫിനിറ്റി ആകുമ്പോൾ ബി എന്നത് ഇൻഫിനിറ്റി, ഇവിടെ എ തന്നെ വരും. അപ്പോൾ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതല്ലെങ്കിൽ എന്ത് വരും, -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നു. അപ്പോൾ ഇത്തരം ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് പറയും, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയും. ഇനി രണ്ടാമത്തെ കണ്ടീഷന് എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് വൺ ഓർ മോർ പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അതായത് ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ലിമിറ്റ് എന്നത് എ ടു ബി ആണ്. ആ എ ടു ബിയിൽ ഏതെങ്കിലും ഒരു നമ്പർ, ഒന്നിൽ കൂടുതൽ നമ്പർ കൊടുത്താലും നമ്മൾ ഫങ്ഷൻ എന്താവണം, അൺബൗണ്ടഡ് ആവണം. അപ്പോൾ സപ്പോസ് ഇൻ്റഗ്രൽ 0 to 1 1/x - 1 dx നോക്കിക്കോളൂ. ഇതിൽ 1/x - 1 എന്നതാണ് നമ്മുടെ ഫങ്ഷന്. അപ്പോൾ ഈ ലിമിറ്റായിട്ടുള്ള 1 ഞാൻ കൊടുത്തു, എക്സിന് 1 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എന്താ വരിക, 1/1 - 1 എന്ന് വരും. അതായത് 1/0, നോട്ട് ഡിഫൈൻഡ്, അൺബൗണ്ടഡ് ആയി അല്ലേ. അപ്പോൾ 1/0 എന്ന് വന്നു. അതായത് ഫങ്ഷൻ എന്തായി, അൺബൗണ്ടഡ് ആയി. ഓക്കെ, അപ്പോൾ ഇത്തരം കേസ് വന്നാലും നമ്മുടെ ഇൻ്റഗ്രലിന് എന്ത് പറയാം, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇൻ്റഗ്രൽ 1 to ∞ 1/x² dx. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിന് എക്സാമ്പിളാണ്. കാരണം എന്താ, ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നു. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി x dx. ഇതും എന്ത് തന്നെയാണ്, ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിന് എക്സാമ്പിളാണ്. കാരണം എന്താ, ഇവിടെ -∞ ടു ഇൻഫിനിറ്റി എന്നാണ് ലിമിറ്റ് ഉള്ളത്. അതായത് ലിമിറ്റിൽ ഇൻഫിനിറ്റി വന്നു. ഓക്കെ, രണ്ടും എയും ബിയും ഇൻഫിനിറ്റി ആയെന്ന് മാത്രം. എ ഈക്വൽ ടു -∞, ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി അടുത്ത നോക്കൂ, ഇൻ്റഗ്രൽ 0 to 4 1/x - 3 dx. ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണോ? അതെ, കാരണം എന്താ, 0 to 4 ആണ് ലിമിറ്റ്. അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ് ഏത്, 3 എന്നത്. 3 എന്നത് ഏതിൻ്റെ ഇടയിലാണ്, നമ്മൾ ലിമിറ്റിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻ്റാണ്. ആ 3 എന്നത് എക്സിന് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, 1/3 - 3 എന്ന് വരും. അതായത് 1/0. അപ്പോഴും ഫങ്ഷൻ എന്തായി, അൺബൗണ്ടഡ് ആയി. ഓക്കെ, അതായത് ഇൻഫിനിറ്റി വരിക എന്നർത്ഥം. ഫങ്ഷന് ഇൻഫിനിറ്റി വരിക എന്ന്, ഇൻഫിനിറ്റിയിലേക്ക് പോവുക, അതാണ് അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, അപ്പം ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ നമുക്ക് ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്താ നോക്കാം. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ, അത്തരം ഇൻ്റഗ്രലിനെ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയാം. അതായത്
ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ എ എന്താവണം? -∞ ആവണം, അതല്ലെങ്കിലോ ബി എന്നത് ഇൻഫിനിറ്റി ആവണം, അതും അല്ലെങ്കിൽ ഏത് വരും? എ എന്നത് -∞ അല്ലെങ്കിൽ ബി എന്നത് ഇൻഫിനിറ്റിയോ ആവാം. അതായത് ലിമിറ്റിൽ ഇൻഫിനിറ്റി വരണം. അപ്പം ഇത്തരം ഇൻ്റഗ്രൽസിനെ നമ്മൾ പറയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന്. ഇനി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. സെക്കൻഡ് കൈൻഡ് എന്നത് നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി തന്നെ ആയിരുന്നു. അതായത് എന്ത് വരിക? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നത് അൺബൗണ്ടഡ് അറ്റ് എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് വൺ ഓർ മോർ പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഈ ലിമിറ്റിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് എടുക്കുക. അതിലേതെങ്കിലും ഒരു പോയിൻ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിൻ്റോ കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്നത് അൺബൗണ്ടഡ് ആവണം. അത് നമ്മൾ സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഇനി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ്. തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കൈൻഡോ അല്ലെങ്കിൽ സെക്കൻഡ് കൈൻഡോ ഒരുമിച്ച് വരികയായിരിക്കും. അതിനാണ് എന്ത് പറയുക? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ്. അതായത് ഇൻ്റഗ്രൽ കറസ്പോണ്ടിങ് ടു 1 and 2 are called improper integral of first and second kind respectively. Integral with both condition 1 and 2 are called improper integral of the third kind. അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡിനും കൂടെ പറയുന്നതാണ് എന്ത്? ഫസ്റ്റ് കൈൻഡും അതേപോലെ സെക്കൻഡ് കൈൻഡും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനെ പറയും തേർഡ് കൈൻഡ് എന്നത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Example, integral 1 to infinity log x by x square dx. ഇത് ഏത് കൈൻഡാണ്? ഫസ്റ്റ് കൈൻഡാണോ സെക്കൻഡ് കൈൻഡാണോ അതോ തേർഡ് കൈൻഡാണോ? ഇവിടെ ഫങ്ഷൻ അൺബൗണ്ടഡ് ആവുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഫംഗ്ഷന് അൺബൗണ്ടഡ് ആണെങ്കിൽ താഴെ 0 എന്ന് വരിക അല്ലേ? അതുണ്ടാവില്ല. ഇനി ലിമിറ്റ് നോക്കൂ. ലിമിറ്റിൽ ഇൻഫിനിറ്റി ഉണ്ട്, അതായത് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് കൈൻഡാണുള്ളത്? ലിമിറ്റിൽ ഇൻഫിനിറ്റി ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് കൈൻഡ്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് ഇൻ്റഗ്രൽ 0 to 4 dx by x minus 3. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ് അല്ലേ? ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി പറഞ്ഞാൽ 0-4 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-4 ആണ്. അതിലെ ഒരു എലമെൻ്റാണ് ഇത് 3 എന്നത്. അപ്പോൾ 3 ഈ എഫ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണ്? 1/x-3 ആണ്. എക്സിന് 3 കൊടുക്കുമ്പോൾ 1/0 വരും. സോ എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് 3. അപ്പോൾ ഇത് ഏത് കൈൻഡായി? സെക്കൻഡ് കൈൻഡാണ്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 0 to infinity e⁻x by x minus 2. ഇതിൽ ലിമിറ്റിൽ എന്തുണ്ട്? ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് കൈൻഡാണ്. ഇത് നോക്കൂ, എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ ഇവിടെ ഫംഗ്ഷൻ എന്നത് അൺബൗണ്ടഡ് ആവില്ലേ? ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ? e⁻x by x minus 2. എക്സിന് 2 കൊടുക്കുക. 2 എന്നത് ഈ ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റിയിലുള്ള വാല്യൂ ആണ്. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്തായി? 1/0 ആയി, അൺബൗണ്ടഡ് ആയി. അപ്പോൾ ഇത് സെക്കൻഡ് കൈൻഡുമാണ്. ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും കൂടെ ആയാലും അതിനെന്താ നമ്മൾ പറയാം? തേർഡ് കൈൻഡ്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡാണ്. ഓക്കെ, അതായത് 2 കൊടുക്കുമ്പം ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവും. 2 എന്നത് എവിടെയാണ്? നമ്മുടെ ലിമിറ്റിലുള്ള ഒരു പോയിൻ്റാണ് താനും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇൻ്റഗ്രൽ 0 to 1 sin x by x dx. ഇതെന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണോ? ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പം എന്തില്ല? ലിമിറ്റ് ഇൻഫിനിറ്റി ഇല്ല. അപ്പോൾ ഫസ്റ്റ് കൈൻഡ് അല്ല. ഇനി സെക്കൻഡ് കൈൻഡ് ആണോ?
ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ എന്നത് അൺബൗണ്ടഡ് ആവുമോ? അൺബൗണ്ടഡ് ആവുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് ഇപ്പോൾ 0-ലാണ് നമുക്കൊരു ഡൗട്ടുള്ളത് അല്ലേ? അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x/x എന്താ? എക്സ് 0-ലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫങ്ഷൻ വാല്യൂ എന്താ വരിക? 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കൊടുത്താലും നമ്മുടെ ഫങ്ഷൻ എന്നത് അൺബൗണ്ടഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റഗ്രൽ എന്നത് പ്രോപ്പർ ഇൻ്റഗ്രലാണ്. അതായത് നമുക്ക് സാധാരണ ചെയ്യാവുന്നൊരു ഇൻ്റഗ്രലാണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് എ പ്രോപ്പർ ഇൻ്റഗ്രൽ. ഓക്കെ. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 തരമാണുള്ളത്. ഒന്ന് ലിമിറ്റിൽ ഇൻഫിനിറ്റി വരിക, അത് ഫസ്റ്റ് കൈൻഡ്. സെക്കൻഡ് കൈൻഡ് ആ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിൻറ്റ്സോ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൊടുത്താൽ നമ്മളെ ഫങ്ഷൻ അൺബൗണ്ടഡ് ആവാം. അപ്പോൾ അത് സെക്കൻഡ് കൈൻഡ്. രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ അത് തേർഡ് കൈൻഡ്. ഓക്കെ, താങ്ക് യു.